CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് അന്വേഷണത്തിന്റെ ഭാഗമായ റെയ്ഡിനിടെയുണ്ടായ ആക്രമണത്തിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടേക്കും. ബംഗാളിൽ സമാനമായ ആക്രമണം ഉണ്ടായപ്പോൾ CBI അന്വേഷണം നടന്നിരുന്നു. ഇതിനിടെ ആക്രമണം അന്വേഷിക്കുന്ന പോലീസ് സംഘം കൊച്ചിയിലെത്തി ED ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. 4 ED ഉദ്യോഗസ്ഥരുടെയും 8 CRPF ജവാന്മാരുടെയും സാക്ഷികളായ ED കൊണ്ടുപോയിരുന്ന 2 ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും മൊഴികളാണ് ശേഖരിച്ചത്. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന വിലയിരുത്തലാണ് ED ഉള്ളത്. തിരുവനന്തപുരത്തെ ഉന്നത CPIM നേതാക്കളുടെ മൊബൈൽ ഫോൺ കോൾ റെക്കോർഡുകളും വാട്സാപ്പ് ചാറ്റുകളും പരിശോധിക്കണമെന്നും ആവശ്യവും ED ഉന്നയിച്ചു. CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ EDയുടെ റെയ്ഡിനിടെ ആക്രമണങ്ങൾ ഉണ്ടായ സംഭവത്തിൽ ആക്രമണത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടുന്നത്. CBIയുടെ അന്വേഷണം വേണമെന്നതാണ് ആവശ്യം. ബംഗാളിൽ സമാനമായ ആക്രമണം ഉണ്ടായപ്പോൾ CBI അന്വേഷണം നടന്നിരുന്നുവെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷിക്കണം എന്ന ആവശ്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടുന്നത്. ഇതിനിടെ ആക്രമണം അന്വേഷിക്കുന്ന പോലീസ് സംഘം കൊച്ചിയിൽ എത്തി ED ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്തിട്ടുണ്ട്. 4 ED ഉദ്യോഗസ്ഥരുടെയും 8 CRPF ജവാന്മാരുടെയും സാക്ഷികളായി ED കൊണ്ടുപോയിരുന്ന 2 ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും മൊഴികളാണ് ശേഖരിച്ചത്. സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന വിലയിരുത്തലാണ് ED ഉള്ളത്. തിരുവനന്തപുരത്തെ ഉന്നത CPIM നേതാക്കളുടെ മൊബൈൽ ഫോൺ കോൾ റെക്കോർഡുകളും അതോടൊപ്പം തന്നെ വാട്സാപ്പ് ചാറ്റുകളും പരിശോധിക്കണമെന്ന ആവശ്യവും ED ഉന്നയിക്കുന്നുണ്ട്. കൊച്ചി കലൂരിൽ അശ്ലീല കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തതിന് പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രധാന പ്രതി അക്ബർ അലിക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമെന്ന പോലീസ്. കല്ലൂർ ലിബർട്ടി ലൈനിൽ അക്ബർ നടത്തുന്ന ഹൈലൈറ്റ് ലോഡ്ജിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നതായും പോലീസ് പറയുന്നു. ലോഡ്ജിൽ കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. അതേസമയം പെൺകുട്ടികളെ ആക്രമിച്ച കേസിൽ അക്ബർ അടക്കം പിടിയിലാകാനുള്ള 7 പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ അക്ബർ അലി അടക്കമുള്ള പ്രതികൾ ജില്ല വിട്ടു എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. കേസിൽ 3 പ്രതികളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4:30 കല്ലൂർ ചക്കലപ്പാടത്ത് പെൺകുട്ടികളെ അക്ബർ അലിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത്. 2 പെൺകുട്ടികളും സംഘത്തിലുണ്ടായിരുന്നു. സമീപത്തെ കടയിൽ നിന്നും ചായ കുടിച്ച ശേഷം മടങ്ങി വരികയായിരുന്നു. ലൈംഗിക ചുവയോടെ കമന്റടി ചോദ്യം ചെയ്ത പെൺകുട്ടികളെ പ്രതികൾ നിലത്തിട്ട് ചവിട്ടുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. അതേസമയം പരാതിയുമായി എത്തിയ പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെയും പുലർച്ചെ ചായ കുടിക്കാൻ ഇറങ്ങിയതിനെയും അധിക്ഷേപിച്ച പോലീസുകാർക്കെതിരെയും നടപടിയുണ്ടായേക്കും. എന്നാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പുലർച്ചെ പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. കലൂരിലാണ് ഇത്തരത്തിൽ അശ്ലീല കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തതിനാണ് ഇത്തരത്തിൽ 2 പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ കേസിലെ പ്രധാന പ്രതിയായ പാലക്കാട് സ്വദേശി അക്ബർ അലിക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ട് എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. കലൂർ ലിബർട്ടി ലൈനിൽ അക്ബർ നടത്തുന്ന ഹൈലൻഡ് ലോഡ്ജിന് മറവിൽ സെക്സ് റാക്കറ്റ് പ്രവർത്തിച്ചതായും പോലീസ് പറയുന്നുണ്ട്. ലോഡ്ജിൽ കഴിഞ്ഞ ദിവസം പോലീസിന്റെ റെയ്ഡും നടന്നിരുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന നിർണായകമായ വിവരങ്ങൾ എന്ന് പറയുന്നത്. പെൺകുട്ടികളെ ആക്രമിച്ച കേസിൽ അക്ബർ അടക്കമുള്ള പിടിയിലാകാനുള്ള 7 പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്.